ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഡ്രൈ ജിഞ്ചർ ചിക്കൻ, ഒട്ടും ഗ്രേവി ഇല്ലാതെ ഡ്രൈ ആയിട്ടുള്ള ഒരു ജിഞ്ചർ ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് പല റെസ്റ്റോറൻറ്റിൽ പല ടേസ്റ്റിലായിരിക്കും സാധാരണ ഡ്രൈ ചിക്കൻ ഉണ്ടാവാറ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വറ്റൽമുളക് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയിൽ പെട്ടെന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ കുറച്ച് ടൈം ഇതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കാം. ഒരു 10-12 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഉള്ളത്തെ ഈ നട്ട് അടുക്കാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. കാരണം ഇത് കുറച്ച് എരിവ് കുറഞ്ഞ മുളകാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട് ഒഴിവാക്കിയിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് പേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ നട്ട് അടുക്കം ഇടുന്നതേ ഉള്ളൂ, കാരണം ഒട്ടും എരിവില്ല ഈ മുളകിന്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 250 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഒട്ടും എല്ലില്ലാത്ത ചെറിയ സ്ലൈസായിട്ട് ഇതേപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം ചെറുതാക്കുന്നു അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, കാരണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ടാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്. നമ്മളിതിൽ ഇഞ്ചി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നില്ല, കാരണം ജിഞ്ചർ ചിക്കൻ ആയതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചുവന്ന മുളക്. ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ സൈഡിലേക്കും ഉപ്പും ചുവന്ന മുളകും ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉപ്പ് പാകമാണോ എന്ന് നോക്കിയിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാനിവിടെ എല്ലാ സൈഡിലേക്കും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മസാലയ്ക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, താഴെ വെച്ചാൽ മതി. ഒരു 1 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. എങ്കിലേ ചിക്കനിൽ ഈ മസാലയ്ക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് വരത്തുള്ളൂ. അപ്പോൾ ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചതാണ്. ഈ ചിക്കനിൽ മസാലയ്ക്ക് ഇപ്പോൾ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിവിടെ ചെറിയ മുട്ട ആയതുകൊണ്ടാണ് ഞാൻ ഒന്ന് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ മുട്ടയ്ക്ക് ആണെങ്കിൽ പകുതിയൊക്കെ മതിയാകും, കാരണം നമ്മൾ ആകെ 250 ചിക്കനേ എടുത്തിട്ടുള്ളൂ. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിക്കനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഒരു സൈഡ് ആയിട്ട് വേണം നമ്മൾ മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മറിച്ചിട്ട് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഓൾറെഡി നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് ഈ ചിക്കന് കിട്ടാം കോൺഫ്ലവർ ചേർത്ത് കൊടുത്തോണ്ട്. അപ്പോൾ ഇനി ഒരു സൈഡ് ആയി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത സൈഡും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ ഈ ഒരു കളറിൽ തന്നെ മതി, കാരണം നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിൽ കഴിയുന്നതും കളറൊന്നും ചേർക്കാത്തതാണ് കേട്ടോ നല്ലത്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല റെഡ് കളറിലാണ് ജിഞ്ചർ ചിക്കനൊക്കെ ഉണ്ടാവാറ്. പക്ഷെ നമ്മളിവിടെ കളറൊന്നും ചേർക്കുന്നില്ല. ഒരു സൈഡായി നമ്മൾ മറിച്ചിട്ട് കൊടുത്തു. ഇനി അടുത്ത സൈഡും ആയിട്ട് നമുക്കിത് വറുത്ത് കോരാവുന്നതാണ്. എല്ലാ ചിക്കനും ഇതേപോലെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ, ഞാനിത് കോരാണ്. ഇനി ബാക്കി നമുക്ക് കുറച്ച് പീസ് ചിക്കനും കൂടി ഉണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ടൈമൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ള ചിക്കനൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ ബാക്കിയുള്ള ഓയിലാണ് ഇത്. അപ്പോൾ നമുക്ക് ഇനി ഇത്രയും ഓയിൽ ആവശ്യമില്ല. അപ്പോൾ ഇതിന് കുറച്ച് ഓയിൽ മാറ്റി കൊടുക്കാം. ഈ പാനിൽ തന്നെയാണ് നമ്മൾ അതിലേക്കുള്ള ഗ്രേവിയൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഒരു പാനിൽ തന്നെ മതി. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചധികം ഓയിൽ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ ബാക്കി മതി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ചതച്ച് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. 2 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്നും ജസ്റ്റ് വഴറ്റിയെടുക്കാം. നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കുന്നേ ഇല്ല കേട്ടോ, കാരണം ജിഞ്ചർ ചിക്കൻ ആയതുകൊണ്ട് വെളുത്തുള്ളി ആവശ്യമില്ല.
ഞാനിവിടെ ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ്. 250 ഗ്രാം ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് സവാളയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സിയിൽ അരിച്ച് വെച്ചിരുന്ന ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഈ ജിഞ്ചർ ചിക്കന്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ആ ഒരു ചൈനീസ് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. 1 ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ജിഞ്ചർ ചിക്കൻ്റെ ഓൾമോസ്റ്റ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കന് മാത്രമേ ചേർത്ത് കൊടുക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ചെറുതായിട്ടൊരു ഗ്രേവിക്ക് വേണ്ടിയിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ ഇത് അടിയൊക്കെ പിടിച്ചു പോകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം 1-2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ, കാരണം സോയാ സോസിലൊക്കെ നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കാതെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉപ്പൊക്കെ കൂടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ പാകമാണെന്നൊക്കെ നോക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും ഗ്രേവി ഇല്ലാതെ ഡ്രൈ ആയിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവിയൊക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കാരണം ഇത് നമ്മൾ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കോൺഫ്ലവർ ഒന്നും ഒഴിച്ചിട്ട് ഗ്രേവി തിക്കാക്കുന്നൊന്നുമില്ല. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം മാറി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഡ്രൈ ജിഞ്ചർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയും അല്ലെങ്കിൽ സ്റ്റാർട്ടറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്കിതൊന്ന് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. അപ്പം നമ്മുടെ ഡ്രൈ ജിഞ്ചർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.